ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡെപ്പോസിറ്ററി സിസ്റ്റം. അപ്പോൾ ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറയുന്നതിന് മുന്നേ നമ്മളെ പണ്ടത്തെ ആ ഒരു ഇതിൽ നിന്നും ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊണ്ടുവരികയാണ്. അതായത് പണ്ട് കാലത്തെ പോലെയല്ല ഇന്നത്തെ നമ്മൾ ഈ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഞാൻ ഈ ഒരു ജീവിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പം മറ്റുള്ള പേഴ്സണൽ കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെ ടെക്നോളജി പരമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ ഇക്കോണമീൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ഇൻഫോർമേഷൻ ടെക്നോളജി ഈ ഗ്ലോബലൈസേഷൻ വന്നതോട് കൂടിയിട്ട് അത്രയും എന്ത് ചെയ്തു, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ പണ്ടൊക്കെ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓഫീസിൽ ഇരിക്കുന്ന ആളെ മുന്നിൽ എന്തായിരിക്കും ഉണ്ടാവുക, ടേബിളിൽ ഒരു വലിയൊരു തട്ട് ഫയൽസ് ആയിരിക്കും ഉണ്ടാവുക. ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അയാളെ മുന്നിൽ ഉണ്ടാവുക, ഒരു ലാപ്ടോപ്പ് ആയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് എന്തുണ്ടായിരിക്കും, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്ലോബലൈസേഷൻ, ഈ ഒരു പാസ്റ്റ് ഡെക്കേഡ് സ്പേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഇക്കോണമീൻ്റെ ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ശരിക്കും ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ തന്നെ ഒരുപാട് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സ്കോപ്പ് തന്നെ ഇൻഫോർമേഷൻ ടെക്നോളജി അത്രത്തോളം ഒരു മാറ്റങ്ങളാണ്, അപ്ഗ്രഡേഷൻ വരുത്തിയിട്ടുണ്ട്. ടെക്നോളജി അപ്ഗ്രഡേഷൻ ശരിക്കും നമ്മൾ ഈ ഒരു സെക്യൂരിറ്റീസിനെ നമ്മൾ എത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എത്രത്തോളം മാറ്റം എന്ന് പറയുമ്പോൾ എന്ത് മാറ്റമാണത്? നമ്മൾ പേപ്പർ വൈസായിട്ട് കീപ്പ് ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെ എന്തായി, ഇലക്ട്രോണിക് ഫോമിലേക്ക്, നമ്മൾ സെക്യൂരിറ്റീസ് എല്ലാം ഇലക്ട്രോണിക് ഫോമിലേക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ട്രോണിക് ഫോമിലേക്കായിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ള ഈ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് നെയിംഡ് ആസ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ആൻ ഓർഗനൈസേഷനാണ്. ഇതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും സെക്യൂരിറ്റീസിനെ ഇലക്ട്രോണിക് ഫോമിൽ ഹോൾഡ് ചെയ്തിട്ട് വെച്ചിരിക്കുക, ഇലക്ട്രോണിക് ഫോമിൽ റീസെറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു രജിസ്റ്റേർഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആക്കിയിട്ട് ഇതിനകത്ത് കീപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഡെപ്പോസിറ്ററി സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് മനസ്സിലാക്കേണ്ട ടോപ്പിക്കാണ് റീമെറ്റീരിയലൈസേഷൻ. ഇതിൻ്റെ മുന്നേ നമ്മൾ ഡീമെറ്റീരിയലൈസേഷൻ പറഞ്ഞു. ഇനി നമ്മളിപ്പോൾ പറയുന്നത് റീമെറ്റീരിയലൈസേഷൻ എന്താണെന്നുള്ളതാണ്. റീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻവെസ്റ്റർ അയാളെ ഡെപ്പോസിറ്റ് ചെയ്ത ഷെയർസ് വിഡ്രോ ചെയ്യുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻവെസ്റ്റർ മേക്സ് എ സെക്യൂരിറ്റീസ് ഫോർ റീമെറ്റീരിയലൈസേഷൻ. അപ്പോൾ റീമെറ്റീരിയലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അയാളൊരു റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ത് ചെയ്യും, ഈ ഒരു ഡെപ്പോസിറ്ററി റിക്വസ്റ്റ് സിസ്റ്റം വഴി എന്ത് ചെയ്യും, ഇൻറ്റിമേറ്റ് ചെയ്യും. അത് ഇൻറ്റിമേറ്റ് ചെയ്തതിന് ശേഷം ഡെപ്പോസിറ്ററി കൺഫേം ചെയ്തിട്ട് ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് രജിസ്ട്രാറിലേക്ക് കൈമാറും. രജിസ്ട്രാർ എന്ത് ചെയ്യും, അയാളെ അക്കൗണ്ട്സൊക്കെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് പ്രിൻ്റ് എടുക്കും. അതിൻ്റെ ശേഷം എന്ത് ചെയ്യും, ഡെപ്പോസിറ്ററി അപ്ഡേറ്റ്സ് അക്കൗണ്ട്സിൽ അപ്ഡേറ്റ് ചെയ്യും. ഡെപ്പോസിറ്ററി സംഭവങ്ങളൊക്കെ അക്കൗണ്ട്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഇൻവെസ്റ്റർക്ക് ഡിസ്പാച്ച് ചെയ്യും. രജിസ്ട്രാർ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ഡിസ്പാച്ച് ചെയ്യും. ഇതാണ് ഈ ഒരു റീമെറ്റീരിയലൈസേഷൻ. അതായത് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നത്, അത് രജിസ്ട്രാർ ആക്സെപ്റ്റ് ചെയ്യുന്നു, ആ സിസ്റ്റത്തിൽ അതിനകത്തുള്ള എല്ലാ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കുന്നു, അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തതിന് ശേഷം ആ ഒരു ഇൻവെസ്റ്റർക്ക് അയാളെ സർട്ടിഫിക്കറ്റ് തിരിച്ച് ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കുക, അയാളെ പിരിച്ചു വിടുന്നു, അയാളെ കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് അയാളെ ഡെപ്പോസിറ്റ് എന്ത് ചെയ്യുക, പിൻവലിക്കുക, ഇൻവെസ്റ്റർ ഡെപ്പോസിറ്റ് പിൻവലിക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റാണ് റിഫോംസ് ഇൻ സെക്കൻഡറി ക്യാപിറ്റൽ മാർക്കറ്റ്. എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ്, ഒരുപാട് ചേഞ്ചസ് ഈ ഒരു സെക്കൻഡറി മാർക്കറ്റിനകത്ത് വന്നിട്ടുണ്ട്. സെക്കൻഡറി ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് പുതിയ റിഫോംസ് ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് മാത്രമേ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ.
ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പ്രത്യേകം പറയാം. ഇതിൽ നമുക്ക് ഒരു കാരണവശാലും ഒരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് പഠിക്കുക, ഇത് നന്നാക്കി നിങ്ങൾക്ക് എഴുതാൻ നല്ല മാർക്ക് കിട്ടും. അതല്ല നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങൾ വായ തോന്നിയത് എഴുതി വെക്കാൻ പറ്റാത്ത ഒരു എസ്സേ ആയിരിക്കും ഇത്. അപ്പം എന്തൊക്കെ ചേഞ്ചസ്, എന്തൊക്കെ റിഫോംസാണ് വന്നിട്ടുള്ളത് നോക്കാം. ഞാൻ എന്തായാലും സിലബസിലുള്ളതിനെ കൊണ്ട് എന്തായാലും എനിക്കിത് പറഞ്ഞു തന്നേ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളിത് പഠിക്കുക. അതല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ ചില ഇയേഴ്സൊക്കെ മനസ്സിലാക്കി വെക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ആയിട്ട് ചൂസ് ദ ഫോളോയിങ്ങിലൊക്കെ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കുക. എന്തായാലും നമ്മുടെ സിലബസിലുള്ളതായതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധിക്കുക. എന്തായാലും ഓരോ പോയിൻറ്റ്സ് വായിച്ച് പറയാം. ബിക്കോസ് ഇതിന് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു തരത്തിലും നമ്മളെ വക ആഡ് ചെയ്യാനോ ലെസ് ചെയ്യാനോ സാധിക്കത്തില്ല. ഓൺലൈൻ സ്ക്രീനിങ് ബേസ്ഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഓൺലൈനിലായിട്ടുള്ള അതായത് ഇലക്ട്രോണിക് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ട്രേഡിങ്ങും അതിൻ്റെ സെറ്റിൽമെൻറ്റ് സൈക്കിൾസൊക്കെ 14 days മുതൽ 7 days വരേക്കും എന്നുള്ള രീതിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഗസ്റ്റ് 1996 സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രകാരം അതിൻ്റെ സെറ്റപ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്, അത് ആക്ട് ചെയ്യുന്നത് കൗണ്ടർ പാർട്ടി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് എക്സ്ചേഞ്ചസ് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് നവംബർ 1996 സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1999 പിന്നെ അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും ട്രേഡിംഗ് സെക്യൂരിറ്റീസിനകത്തുള്ള എല്ലാ ആക്ടിവിറ്റീസും ഹെൽഡ് ചെയ്യുന്നുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്, സെറ്റിൽ ചെയ്യുന്നുണ്ടാവും. എല്ലാം ഡിമാറ്റ് ഫോമിലാണ് ചെയ്യുന്നത്. ഡിമാറ്റ് മീൻസ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്, ഇലക്ട്രോണിക് രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബത്ല, അതായത് ദ ക്യാരി ഫോർവേഡ് ട്രേഡിംഗ് മെക്കാനിസം വാസ് റീഇൻസ്റ്റേറ്റഡ് ഇൻ ജനുവരി 1996 ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ ഡിഫോൾഡൽ പ്രോഡക്ട്സും ബത്ലയിനകത്ത് വരുന്ന എല്ലാ ബത്ല ഉൾപ്പെടെയുള്ള എല്ലാ ഡിഫറൽ പ്രോഡക്ട്സും ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് ജൂലൈ 2001 സ്കാംസ് വന്നതുകൊണ്ടാണത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം. അതുപോലെ തന്നെ കമ്പനീനകത്ത് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാതും ഫുൾ ഡിസ്ക്ലോഷറാണ് അണ്ടർ ദ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ്. ലിസ്റ്റ് ചെയ്തിട്ടുള്ള അഗ്രിമെൻറ്റ് പ്രകാരം എല്ലാം ഡിസ്ക്ലോഷർ ആയിരിക്കണം, ഒന്നും അടച്ചുമൂടി വെക്കരുത്, എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് എല്ലാം ഫർണിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം, എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും എന്തായിരിക്കണം, ക്വാർട്ടർലി ബേസിസിൽ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ റിസൾട്ട്സും കാര്യങ്ങളെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെ അടുത്തതാണ് ചില മേജർ റിഫോംസൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് ചേഞ്ചസ്, ചില മേജർ സ്ട്രക്ചറൽ റിഫോംസൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ് ഇതെല്ലാം പെർവ്യൂ ചെയ്തിട്ടുണ്ട് സെബിൻ്റെ ആക്ട് പ്രകാരം മാത്രമേ എല്ലാ കാര്യങ്ങളും ബ്രോക്കേഴ്സായാലും സബ് ബ്രോക്കേഴ്സായാലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായാലും നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കമ്പനീസിന് ബൈബാക്ക്, അവരെ ഷെയർസ് ബൈബാക്ക് ചെയ്യാനകത്ത് റീകൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഈ 25%-നേക്കാൾ കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ റിസർവ്സ് ഫ്രീ ആയിരിക്കണം കൺസേൺഡ് കമ്പനീസിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഇൻസൈഡർ ട്രേഡറെ പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, അകത്തുള്ള ട്രേഡേഴ്സിനെ പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെബിൻ്റെ അമെൻമെൻറ്റ് ടേക്ക് ഓവർ പ്രകാരം അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭഗവതി കമ്മിറ്റി റെക്കമെൻഡഡ് ഓൺ ടേക്ക് ഓവേഴ്സ്. ഭഗവതി കമ്മിറ്റി ടേക്ക് ഓവർ അവർ ഈ ഒരു അമെൻമെൻറ്റ് പ്രകാരം, സെബിൻ്റെ അമെൻമെൻറ്റ് പ്രകാരം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഡെക്സ് ബേസ്ഡ് മാർക്കറ്റ് വൈഡ് സർക്യൂട്ട് ബ്രേക്കർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വൈഡ് സർക്യൂട്ട് ബ്രേക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ സെക്യൂരിറ്റി പ്രൈസിൻ്റെ സഡൻ ചേഞ്ചസ്, അതുപോലെ തന്നെ സ്പെക്കുലേഷൻസും ഓവർ ട്രേഡിംഗ് ഒക്കെ വരുന്നതൊക്കെ കൊണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർക്യൂട്ട് ബ്രേക്കർ സിസ്റ്റം ഈ ഒരു സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ
ടെർമിനൽസ് അലൗ ചെയ്തിട്ടുണ്ട്. ഇത് അലൗ ചെയ്ത് ബേസിക്കലി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെസിലിറ്റേറ്റ് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ബൈ നോൺ റെസിഡൻസ്. നമ്മുടെ നാട്ടിലില്ലാത്ത പുറമെയുള്ള ആളുകളെ മാർക്കറ്റ് ട്രേഡിങ്ങിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേഡിംഗ് ടെർമിനൽസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ട്രേഡിംഗ് പെർമിറ്റ് ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി 2000 പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെഗോഷിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലോസ് ഡീലിംഗ് ബാൻ ചെയ്തിട്ടുണ്ട് സെബി. അത് 1999 ബാൻ ചെയ്തിട്ടുള്ളത്. ഇത് എൻഷുർ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ മാർക്കറ്റ് ട്രാൻസ്പെറൻസിയാണ് മെയിനായിട്ട്. മാർക്കറ്റിൽ എന്ത് നടക്കുന്നു അതിനൊക്കെ ട്രാൻസ്പെറൻസി വേണം. ഒന്നിനും എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കാൻ പാടില്ല. അത് എല്ലാ പ്രൈവറ്റ് ആയാലും അത് ബോത്ത് ഷെയർസ് ആണെങ്കിലും ലിസ്റ്റഡ് കോർപ്പറേറ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അത് ബാൻ ചെയ്തിട്ടുണ്ട്. ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാത്ത കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പാടുള്ളതല്ല. അതൊക്കെ സെബി ബാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാൻഡേറ്ററി ക്ലയൻറ്റ് കോഡും, അതായത് ക്ലയൻറ്റിനുള്ള കോഡ് മാൻഡേറ്ററി നിർബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ മിനിമം ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത് സ്റ്റോക്ക് ലിസ്റ്റിങ്ങിൽ പ്രകാരം നവംബർ 2001 മുതൽ അതിൻ്റെ ചെക്ക് പ്രൈസ് മാനിപ്പുലേഷനൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് അമെൻഡ്മെൻറ്റ് പ്രകാരം സെക്യൂരിറ്റി കോൺട്രാക്റ്റിൻ്റെ റൂൾസ് 1957 സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ 99% VRA അതായത് വാല്യൂ അറ്റ് റിസ്ക്കും അത് ബേസ് ചെയ്യുന്നത് മാർജിൻ സിസ്റ്റം ബേസ് ചെയ്തുകൊണ്ടാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ജൂലൈ 2, 2001 പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അവരെ ഇൻട്രസ്റ്റുകൾ എന്താണ്, അവർക്ക് എങ്ങനെയൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും, എന്തൊക്കെ ഫ്രോഡ് മാനിപ്പുലേഷൻസ് ഒക്കെ ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയൊക്കെ അതിനെതിരെ പോരാടാൻ പറ്റും, ഇൻവെസ്റ്റേഴ്സിന് വേണ്ട എല്ലാ പ്രൊട്ടക്ഷൻ കാര്യങ്ങളും ഈ ഒരു ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെബി നെറ്റ് പോത്തായിട്ട് അറ്റ്ലീസ്റ്റ് 3 crore മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ക്ലയൻസിന് വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി അത് നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആണ്, അത് കിട്ടേണ്ട കാര്യമാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് സെബി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ക്ലോസ് നമ്പർ 41 പ്രകാരം അഡ്വൈസ് ചെയ്തിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിലും മാൻഡേറ്ററി ആയിരിക്കും. എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ഇൻവെസ്റ്റേഴ്സിനെ കണ്ടിരിക്കാനും ഇൻവെസ്റ്റേഴ്സിന് അവരെ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാനും അത് ഡിസ്പോസ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കാണാനും അതിൻ്റെ റിസൾട്ട് കാണിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും എല്ലാ ലിസ്റ്റഡ് കമ്പനീസും എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അറിയാനുള്ള എല്ലാ സൗകര്യങ്ങളും സെബി അമെൻമെൻറ്റ് ക്ലോസ് നമ്പർ 41 പ്രകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് സൈക്കിൾ വാസ് ഫോർ കോൺട്രാക്റ്റഡ് ടു T+2 വിത്ത് എഫക്റ്റ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. T+2 ത്രൂ ആണ് നമ്മളെ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് സെറ്റിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെറ്റിൽമെൻറ്റിൽ ഈ ഒരു ടേം പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഇല്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ T+2 പ്രകാരം ഈ ഒരു എഫക്റ്റ് വന്നിട്ടുള്ളത് ഏപ്രിൽ 2003 പിന്നെ അതുപോലെ തന്നെ സെബി സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ഒരു സിംഗിൾ ഇൻവെസ്റ്റർക്ക് പോലും 25%-നേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്കീമിലും അല്ലെങ്കിൽ ഒരു പ്ലാനിലും എക്സീഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ എക്സീഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സെബി പ്രിസ്ക്രൈബ് ചെയ്ത പ്രകാരം കട്ട് ഓഫ് ടൈം അതിൻ്റെ കാൽക്കുലേഷനും ഇതെല്ലാം സബ്സ്ക്രിപ്ഷൻസും റിഡംഷൻസും എല്ലാം ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ സെബി ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ കമ്പനീസും അതൊരു യൂണിഫോം ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യണം. പലർക്കും പല രീതിയിൽ ചെയ്യാനുള്ള ഓപ്ഷന് ഇല്ല. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സിൻ്റെ കോൺട്രാക്ട് പ്രകാരം ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 2003 പിന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓഗസ്റ്റ് 2003 പിന്നെ അതുപോലെ തന്നെ ഫിൽസിൻ്റെയും NRIൻ്റെയും
ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡിംഗ് എല്ലാം ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഫോർവേഡ് ഇതെല്ലാം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഈ ടേംസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരണം. പിന്നെ അടുത്തതാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സിൽ അലൗ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് പ്രകാരം 2004 ഡീലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈനോറിറ്റീസിന് അവർക്ക് വേണ്ടിയിട്ടുള്ള മൈനർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ ബിലോ 18 ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരിപ്പോൾ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നേക്കഡ് ഷോർട്ട് സെല്ലിങ് അലൗ ചെയ്യുന്നതല്ല. ആരും അറിയാതെ കണ്ണ് കെട്ടിയുള്ള അത്തരത്തിലുള്ള അതൊന്നും കള്ളത്തരങ്ങളൊന്നും ഈ ഒരു ഷോർട്ട് സെല്ലിംഗ് ഒന്നും ഇതിനകത്ത് അലൗ ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ ഫ്ലിൽസ് ഇതുപോലെ ഡേ ട്രേഡിംഗ് എല്ലാം പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് വെഞ്ചർ ക്യാപിറ്റൽ. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് റീസെൻ്റായിട്ട് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു ടേമാണ് വെഞ്ചർ ക്യാപിറ്റൽ. ഈ ഒരു കൺസെപ്റ്റ് ഫിനാൻഷ്യൽ സർവീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഫിസ്ക്കൽ ബഡ്ജറ്റ് പ്രകാരം 1986 to 87 ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാപിറ്റൽ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് റെഫർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂ ഐഡിയാസ് അല്ലെങ്കിൽ ന്യൂ ടെക്നോളജീസിനെ റെഫർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇസ് ആൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ഹൈ റിസ്ക് പ്രോജക്റ്റ് റിലേറ്റിംഗ് ടു സം ഇന്നോവേഷൻസ് ഓർ ന്യൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് പ്രൊപ്പോണ്ടഡ് ബൈ എ കമ്പനി. അതായത് അത്രയും ഹൈ റിസ്ക് ആയിട്ടുള്ള പ്രോജക്റ്റിലാണ് സാധാരണ, അതായത് ഈ ഹൈ റിസ്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ പുതിയ ഇന്നോവേഷൻസ്, പുതിയ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉള്ള കമ്പനീസ് ആയിരിക്കും. ഇങ്ങനത്തെ പുതിയ ടെക്നോളജീസും പുതിയ ഇന്നോവേഷൻസുള്ള കമ്പനികൾ അത്രയും റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു തയ്യാറാകുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വെഞ്ചർ ക്യാപിറ്റലിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതുതായിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്യാത്ത അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഒരു വെഞ്ചർ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇതിൽ ബേസിക്കലി റിസ്ക് കൂടുതലായിരിക്കും. നമുക്കൊരിക്കലും നമ്മൾ കൊടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. കാരണം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് இருக்கும். അത്രയും വലിയ റിട്ടേൺസ് ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ നമുക്ക് പൈസ പോയ എന്നുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളായിരിക്കും സാധാരണ രീതിയിൽ ഇതിനകത്ത് നടത്തുക. ഇതിനകത്ത് ഈ ഒരു അമേസിങ് റിട്ടേൺ ആണ്, ഞാൻ പറഞ്ഞില്ലേ താഴെ പറയുന്നതാണ്, അമേസിങ് റിട്ടേൺ ഉണ്ടായിരിക്കാം, പക്ഷേ റിസ്ക് അത്രത്തോളം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി എന്താണ്, ന്യൂ അല്ലെങ്കിൽ അഡാപ്റ്റിംഗ് ഗ്രോയിങ് ഇതായിരിക്കും. അതുപോലെ തന്നെ ഇക്വിറ്റി സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും. അതുപോലെ തന്നെ പുതിയ പ്രൊഡക്ട്സ് ആയിരിക്കും സാധാരണ രീതിയിൽ ഉണ്ടാവുക. ഇതിൽ വാല്യൂ ആഡ് കൂടുതലായിരിക്കും. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇതിൽ നിർബന്ധമാണ്. റിസ്ക് കൂടുതലായിരിക്കും. റിവാർഡ്സ് എന്തായിരിക്കും അതേപോലെ തന്നെ കൂടുതലായിരിക്കും. റിസ്ക് ഉള്ള പോലെ തന്നെ റിസ്ക് ഉള്ളിടത്താണല്ലോ റിട്ടേൺസ് കൂടുതലുണ്ടാവുക, അതങ്ങനെയാണ്. അതുപോലെ തന്നെ ഇത് സാധാരണ രീതിയിൽ ലോങ് ടേമിലേക്കുള്ളൊരു വെഞ്ചറായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഒരു റെഗുലേഷൻസ് അണ്ടർലൈൻ സാധാരണ രീതിയിൽ അണ്ടർ പെർട്ടിക്കുലർ റെഗുലേഷൻസ് പ്രകാരമാണ് ഇത് സാധാരണ രീതിയിൽ ഈ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കമ്പനി ഉണ്ടാവുക. ഇതിനകത്ത് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്യാപിറ്റൽ ആവശ്യമുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്പെസിഫൈഡ് മാനറിലായിരിക്കും ഇത് റേസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെഞ്ചർ ക്യാപിറ്റൽ അണ്ടർടേക്കിങ്ങിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിൻ്റെ എലിജിബിലിറ്റി എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓൾ പ്രോജക്ട്സ് ആർ നോട്ട് എലിജിബിൾ ഫോർ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ്. എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, വെഞ്ചർ ക്യാപിറ്റൽ എലിജിബിൾ അല്ല. അപ്പോൾ എലിജിബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർക്ക് ചില ഫീച്ചേഴ്സ് വേണം. ആ ഫീച്ചേഴ്സാണ് താഴെ പറയുന്ന 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സുകൾ നോക്കാം. അതായത് ദ പ്രോജക്ട്സ് ഈസ് റിലേറ്റഡ് വിത്ത് എ നോവൽ ഐഡിയ ഓർ ന്യൂ ഇൻവെൻഷൻ. അതായത് പുതുതായിട്ടൊരു കാർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുതുതായിട്ടുള്ളൊരു സൈക്കിൾ ഇലക്ട്രിക് സൈക്കിളാക്കി മാറ്റുക, അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഉള്ളതാണ് ഞാൻ പറയുകയാണ്. ഒരു ഇംപ്രൂവ്ഡ് ടെക്നോളജി എന്നുള്ള രീതിയിൽ ഒരു കാര്യം ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ
നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് തന്നെ ഒരു മാറ്റം, വലിയൊരു മാറ്റം വരുത്തുന്ന ഒരു വലിയൊരു ഓപ്പറേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇത് എപ്പോഴും എന്തായിരിക്കണം, ഒരു ന്യൂ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. ഇതേപോലെ തന്നെ ഇതെപ്പോഴും എന്തായിരിക്കണം, ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളുള്ളവർക്ക് എന്ത് കൊടുക്കുകയുള്ളൂ, വെഞ്ചർ ക്യാപിറ്റൽ കൊടുക്കുകയുള്ളൂ. അടുത്തതാണ് എന്തൊക്കെയാണ് സ്റ്റേജസ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്. ഏതൊക്കെയാണ് സ്റ്റേജസ് എന്നുള്ളത് നോക്കാം. മെയിനായിട്ട് 3 സ്റ്റേജസാണ് വരുന്നത്, 3 സ്റ്റേജസാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഏർലി സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏർലി സ്റ്റേജിൽ വരുന്നത് 3 കാര്യങ്ങളാണ്. അതായത് സീഡ് സ്റ്റേജ്, സ്റ്റാർട്ടപ്പ്, ഫസ്റ്റ് സ്റ്റേജ്. ഇത് 3 കൂടുമ്പോഴാണ് ഏർലി സ്റ്റേജ് വരുന്നത്. അപ്പം ഓൾറെഡി 3 സ്റ്റേജസാണ്, അതിൽ ഫസ്റ്റ് 1 3 സ്റ്റേജസുകൾ ഏതൊക്കെയെന്നുള്ള നോക്കാം. സീഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു തുടക്കം അല്ലേ, ഒരു വിത്ത് എന്ന് പറയുന്ന പോലെയാണ് എന്ത് സീഡ് സ്റ്റേജ്. അതായത് കുറച്ച് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ട് ഒരു എൻ്റർപ്രണർ ആ ഒരു ബിസിനസ് ജസ്റ്റ് ഒരു ന്യൂ കൺസെപ്റ്റ് കൊണ്ടുവരുന്ന, ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു തുടക്കത്തിനെയാണ് സീഡ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഐഡിയനെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് ഒരു പ്രൊഡക്റ്റാക്കി ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു മാനുഫാക്ചർ അല്ലെങ്കിൽ സെയിൽ ഓഫ് പ്രൊഡക്റ്റ്, ആ ഒരു ഫസ്റ്റ് ഫിനാൻസ് കിട്ടിയാൽ ആ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആ ഒരു സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലേക്ക് തുടങ്ങുക, ആ ഒരു ഇനീഷ്യൽ കിട്ടിയ ക്യാപിറ്റലിനെ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് അപ്പോൾ ഈ ഒരു 3 സ്റ്റേജസിലെ ഫസ്റ്റ് ഏർലി സ്റ്റേജിലുള്ള 3 ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, സീഡ്, സ്റ്റാർട്ടപ്പ്, ഫസ്റ്റ് സ്റ്റേജ്. ഇനി സെക്കൻഡ് വണ്ണാണ് എക്സ്പാൻഷൻ സ്റ്റേജ്. എക്സ്പാൻഷൻ സ്റ്റേജിൽ 3 വരുന്നത്. സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ബ്രിഡ്ജ് സ്റ്റേജ്. ഇത് 3 എക്സ്പാൻഷൻ സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ ഇനീഷ്യൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട്, പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും അപ്പോഴും എന്ത് കിട്ടുന്നില്ല, നമുക്കവിടെ പ്രോഫിറ്റ് കിട്ടുന്നില്ല. ജസ്റ്റ് എന്താണ്, നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ, ഇനി ഇനീഷ്യൽ എക്സ്പാൻഷനേ ആവുന്നുള്ളൂ. തേർഡ് സ്റ്റേജിലാണ് എന്ത് വരുന്നത്, നമ്മൾ ഒരു ബ്രേക്ക് ഈവണിലേക്ക് എത്തുന്നത്. ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള സ്റ്റേജാണ്. അതായത് ഇനിയും ഗ്രോത്ത് ആവശ്യമുണ്ട്, അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പ്രോഫിറ്റ്. ആ ഒരു നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രേക്ക് ഈവൺ പോയിൻറ്റിലേക്ക് എത്തലാണ് നമ്മൾ തേർഡ് സ്റ്റേജ്. പിന്നെയാണ് ബ്രിഡ്ജ് സ്റ്റേജ്. ബ്രിഡ്ജ് സ്റ്റേജിലാണ് എന്ത് വരിക, നമുക്ക് ലോണൊക്കെ ആവശ്യമായിട്ട് വരിക. അതായത് പബ്ലിക്കിനെ എത്തിക്കാൻ ഒരു 6 മുതൽ ഒരു 12 മാസം ആ ഒരു സമയത്തിനെയാണ് സാധാരണ രീതിയിൽ ഒരു ബ്രിഡ്ജ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അതായത് ആ ഒരു കമ്പനി ഡെവലപ്പായി വരുന്ന ആ ഒരു സ്റ്റേജാണ് ബ്രിഡ്ജ് സ്റ്റേജ്. പിന്നെ അപ്പോൾ നമ്മൾ 3 സ്റ്റേജ് പറഞ്ഞതിൽ രണ്ടാമത്തെ സ്റ്റേജാണ് എക്സ്പാൻഷൻ സ്റ്റേജിൽ വരുന്നതാണ് സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ബ്രിഡ്ജ് സ്റ്റേജ്. പിന്നെ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ എക്സ്പാൻഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ സ്റ്റേജാണ് ടേൺ അറൗണ്ട് സ്റ്റേജ്. ടേൺ അറൗണ്ട് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ എന്താ നടക്കുന്നത്, ഓപ്പറേറ്റിംഗ് മാനേജ്മെൻറ്റ്, അതായത് പ്രോഡക്ട്സ് എന്ത് ചെയ്യാണ്, പ്രോഡക്റ്റ് ലൈനിൽ വന്നു, അത് ബൈ ചെയ്യാൻ തുടങ്ങി, കസ്റ്റമേഴ്സ് ബൈ ചെയ്യാനൊക്കെ തുടങ്ങി, ആകെ ഒരു അത്യാവശ്യം സെറ്റപ്പ് ആവുന്ന ആ ഒരു സ്റ്റേജാണ് ടേൺ അറൗണ്ട് സ്റ്റേജിൽ. ഇതിൽ ഒരു കാര്യം വരുന്നത് വർക്കൗട്ടിൽ എന്താ വരുന്നത്, ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടിയൊക്കെ വരുന്ന സമയത്ത് കമ്പനിക്ക് ചുറ്റും ഒരുപാട് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസും അതുപോലെ തന്നെ ഓപ്പറേഷണൽ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, പുതിയ ഫണ്ട്സൊക്കെ വേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ഔട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടേൺ അറൗണ്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ 3 സ്റ്റേജസാണ്, ഏർലി സ്റ്റേജ്, എക്സ്പാൻഷൻ സ്റ്റേജ്, ടേൺ അറൗണ്ട് സ്റ്റേജ്. ഈ 3 സ്റ്റേജസിലും നമ്മൾ ഈ ഏർലി സ്റ്റേജിൽ 3 പറഞ്ഞു, സീഡ് സ്റ്റേജ്, സ്റ്റാർട്ടപ്പ്, ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റേജിൽ എക്സ്പാൻഷൻ സ്റ്റേജിൽ സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ബ്രിഡ്ജ് സ്റ്റേജ് പറഞ്ഞു. 3ാമത്തേൽ ടേൺ അറൗണ്ട് സ്റ്റേജ്, ഇതിനകത്ത് വർക്കൗട്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിൻ്റെ 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.